രാഷ്ട്രീയ പാരമ്പര്യവും കഴിവും വെച്ച് നോക്കുമ്പോ എന്തുകൊണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്തിന് യോഗ്യൻ സാർ തന്നെയാണ്. യോഗ്യതയുടെ കാര്യമൊക്കെ ഇന്ന് ആരാടോ നോക്കുന്നേ? ഇത്രയും കാലം ഈ ജാൻ സാമുവൽ CM-ന്റെ വേദത്തിലായിരുന്നില്ലേ? ഇന്നിപ്പോ അതല്ലല്ലോ സ്ഥിതി. പോലീസിന്റെ അനാസ്ഥയെ പറ്റി പത്രക്കാര് ചോദിച്ചപ്പോ ഇയാൾ എന്താ പറഞ്ഞതെന്ന് ശ്രദ്ധിച്ചോ? ആഭ്യന്തരമന്ത്രിയാണ് ഉത്തരം പറയണമെന്ന്. അല്ലേ? അതെ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇയാൾ എന്നെ പരാജയപ്പെടുത്താൻ പല കളികളും കളിച്ചു നോക്കി. ഹിന്ദു ക്രിസ്ത്യൻ സംഘടന ഉണ്ടാക്കി വർഗീയമായി കുറെ വോട്ടുകൾ ഭിന്നിപ്പിച്ചു. ഇതൊന്നും ഈ മധുസൂദനൻ മറക്കത്തില്ലടോ. അതൊക്കെ മാറ്റി വെക്കണോ മാടപ്പള്ളി? മരിച്ചത് മരിച്ചു. അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കണം? ജോൺ സാമുവലോ മധുസൂദനോ? അതെന്താ തനിക്കൊരു സംശയം? കൂടുതൽ MLA-മാർ നമ്മുടെ കൂടെയല്ലേ? മധുസൂദനൻ മുഖ്യമന്ത്രി കുപ്പായം തപ്പിച്ച് വീട്ടിൽ ഇരിക്കത്തേ ഉള്ളൂ. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ജോൺ സാമുവൽ ആയിരിക്കും. നമ്പ്യാർ സാറിന്റെ ചിത കെട്ടടങ്ങുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള ഈ വടംവലി ആരെങ്കിലും അറിഞ്ഞാൽ തന്നെ മോശമാണ്. മനസ്സെന്ന സാധനം കൈമോശം വന്നവർക്കേ അതിന് കഴിയും. താനിങ്ങനെ നട്ടലിന് പകരം വാഴപ്പിണ്ടിയും വെച്ചുണ്ടങ്ങ് നടന്നോ? മുഖ്യമന്ത്രി കസേരയോട് എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലടോ. മധുസൂദനൻ മുഖ്യമന്ത്രി ആവണമെങ്കിൽ ആയിക്കോട്ടെ. അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ പറ്റില്ല. ഇവിടെ അടുത്തൊരു മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്നുവെങ്കിൽ അത് ജോൺ സാമുവൽ ആയിരിക്കും. അതെ. എന്നിട്ട് വേണം നമ്പ്യാർ സാറിന്റെ കൊലപാതകത്തെ കുറിച്ചുള്ള രഹസ്യങ്ങളെല്ലാം വെളിച്ചത്ത് കൊണ്ടുവരാൻ. ആര് മുഖ്യമന്ത്രി ആയാലും ആ രഹസ്യങ്ങളെല്ലാം വെളിച്ചത്ത് കൊണ്ടുവരേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്.